എല്ലാവർക്കും ഷുബാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു പയറുതോരൻ നാടൻ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകും പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറു തീയിലിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ പയർ ചേർത്ത് കൊടുക്കാം. നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതായ പയറായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 250 ഗ്രാമിൻ്റെ പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറു തീയിലിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മളിതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ പയറിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റിന് ശേഷം ഞാനിതിൻ്റെ അടുപ്പ് തുറന്നു വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പയർ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചതച്ച മുളകും 1/4 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാൻ. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്ക് ചെറു തീയിലിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് അടുപ്പ് തുറന്ന് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അടപ്പ് തുറന്ന് തന്നെ നമുക്ക് 1 സെക്കൻഡോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ളൊരു അച്ചിങ്ങ പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള അച്ചിങ്ങ പയറുതോരനാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഉടനെ തന്നെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക്